ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഐ ആം നന്ദന. നിങ്ങൾ പലർക്കും ഞാൻ പുതുമുഖമായിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളിൽ നിന്ന് ഞാനും ഒരു അംഗമായിരിക്കും. എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യില്ലേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾക്ക് പലർക്കും ഉണ്ടാകുന്ന ഒരേ ഒരു പ്രശ്നം തന്നെയാണ്. മെജോറിറ്റി ആൾക്കാർക്കും അല്ലേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഹെയർ ഫോൾ ആണല്ലേ. അതെ, ഹെയർ ഫോൾ, താരൻ, അങ്ങനെ പല പ്രശ്നം. ഇപ്പൊ വെയിൽ കൂടിയതിനെ തുടർന്ന് ഇതൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. പലർക്കും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുമല്ലോ. എനിക്കും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒന്നാമതാണെങ്കിൽ ഇപ്പൊ ഡെലിവറി കഴിഞ്ഞ സ്ഥിതിക്ക് എന്റെ മുടി കൊഴിച്ചിലും ഡാൻഡ്രഫും ഒക്കെ കൂടിയിട്ടുണ്ട്. അതിനൊരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഞാനിപ്പോ 2 മാസമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു വെളിച്ചെണ്ണയുടെ റെസിപ്പിയാണ് നിങ്ങൾക്ക് ഞാനിപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന 500 ഗ്രാമിൻ്റെ കോക്കനട്ട് ഓയിലാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വെളിച്ചെണ്ണ എടുക്കാവുന്നതാണ്. പിന്നെ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന അത്രയും നെല്ലിക്ക, കറിവേപ്പില എന്ന് എല്ലാവരുടെ വീട്ടിലും കാണുന്നതല്ലോ അല്ലേ. ഒരു വലിയ അത്യാവശ്യം വലുപ്പമുള്ള ഒരു വലിയുള്ളി മതി കേട്ടോ. പിന്നെ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന അത്രയും ചെറിയുള്ളി, കൂടാതെ കരിഞ്ചീരകം. കാണിച്ചിരിക്കുന്ന പല സാധനങ്ങളും നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇപ്പോൾ ഉപയോഗിക്കാൻ കിട്ടുന്നതായിരിക്കും. ഇപ്പൊ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കാൻ നോക്കാം. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ ഒരു ഡ്രസ്സാണ്. സ്കൂളിലും കോളേജിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങിക്കാൻ കഴിയുന്ന ഡ്രസ്സാണ്. സൂപ്പർ ക്വാളിറ്റിയാണ്, നല്ല മെറ്റീരിയലുമാണ്. പെട്ടെന്നൊന്നും അങ്ങനെ പോയില്ല. 200 രൂപയ്ക്ക് താഴെയോ 300 രൂപയ്ക്ക് താഴെ എങ്ങാനാണ് ഞാൻ വാങ്ങിക്കുമ്പോൾ ഇതിനുണ്ടായിരുന്ന വില എന്ന് പറയുന്നത്. ലിങ്ക് ചെയ്യാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമുക്കിതെല്ലാം കഷ്ണങ്ങളാക്കി എടുക്കാം. പിന്നെ ഇതിൽ മെയിനായിട്ട് വേണ്ട ഒരു സാധനമാണ് കറ്റാർ വാഴ. എന്നോട് വിട്ടുപോയതാണ്. നമുക്കിത് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. കറ്റാർ വാഴയും അതുപോലെ തന്നെ നെല്ലിക്കയും വലിയുള്ളിയും ചെറിയുള്ളിയും ഒക്കെ. ചെറിയുള്ളിക്ക് നിങ്ങളുടെ ചുവന്നുള്ളി എന്നായിരിക്കും അല്ലേ പറയുന്നുണ്ടാവാം. വേറെ എന്തെങ്കിലും പേര് പറയുന്നുണ്ടെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് നമുക്ക് ചേർത്ത് മുറിച്ചെടുക്കാം. പിന്നെ ഒരു കാര്യം, ഇത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒന്നും നമുക്ക് റിസൾട്ട് കിട്ടില്ല. നമ്മൾ എത്ര കാലം ഇത് ഉപയോഗിക്കുന്നോ അത്രയും കാലം നമുക്ക് മുടി എന്താക്കും, മുടി ഉള്ളോടുകൂടെ വളരുകയും അതുപോലെ തന്നെ ഡാൻഡ്രഫൊക്കെ മാറുന്നതാണ്. നിങ്ങൾക്ക് ഞാനൊരു സാധനം പരിചയപ്പെടുത്തി തരാം. അപ്പൊ ഇതിനിടെ ഞാൻ പറയാൻ വന്ന കാര്യമാണ് ഈ ഒരു ഡയറി. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. നമ്മുടെ പല കാര്യങ്ങളല്ലേ, നമുക്ക് സീക്രട്ട് ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് എഴുതി വെക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണ് ഈ ഒരു ഡയറി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇതിലൂടെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു റെസിപ്പി ഉണ്ടായിരുന്നില്ലേ, ഹെയർ ഫോളിനും അതുപോലെ ഡാൻഡ്രഫിനും വേണ്ടിയിട്ട് നേരത്തെ നിങ്ങൾക്ക് ഞാനൊരു റെസിപ്പി പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ ഒരു ലഡുവും കൂടെ ട്രൈ ചെയ്ത് നോക്കുക. ശരിക്കും നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. എന്തായാലും ഒരു മാസത്തോളെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്യുക. രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് മുടിക്കുണ്ടാകുന്ന ഹെയർ ഫോളും അതേപോലെ തന്നെ ഈ ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂ മുഴുവനായിട്ട് മാറുന്നതായിരിക്കും. ഞാനതിന് ഗ്യാരണ്ടി തരുന്നു. എനിക്കിത് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഡെലിവറി സമയത്ത് നിങ്ങൾക്ക് അറിയിരിക്കുമല്ലോ അല്ലേ, ഡെലിവറി സമയത്ത് ഉണ്ടാകുന്ന ഹെയർ ഫോളിൻ്റെ പ്രശ്നം. ഇത് എൻ്റെ ഹെയർ ഫോളിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതെനിക്ക് എൻ്റെ അമ്മാവ പറഞ്ഞ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. ഈ ചെറിയുള്ളിയും അതേപോലെ തന്നെ ചെറിയുള്ളി എന്ന് പറഞ്ഞാൽ ചുവന്നുള്ളി തന്നെയാണ്. ചുവന്നുള്ളിയും നെല്ലിക്കയും വലിയുള്ളിയും കറിവേപ്പിലയും കറ്റാർ വാഴയും ഒക്കെ എന്ത് ചെയ്യുക, ഒന്ന് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഒരു സ്പൂൺ കരിഞ്ചീരകം കൂടി ഇരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു ചീനച്ചട്ടിയിലേക്ക് മാറ്റി നമ്മൾ എത്രയാണോ വെളിച്ചെണ്ണ എടുക്കാൻ ഉപയോഗിച്ചത് അത് ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് മിക്സ് ആക്കിയ ശേഷം ചെറിയ ചൂട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 30 അല്ലെങ്കിൽ 45 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും കൈ വിടാതെ നമുക്ക് നന്നായിട്ട് ഇളക്കി ഇതിൻ്റെ ഒരു പച്ചമണം മാറും. അതുപോലെ തന്നെ വെളിച്ചെണ്ണ നന്നായിട്ട് എന്ത് ചെയ്യും, നല്ല പച്ച കളറായി അല്ലെങ്കിൽ നല്ല മഞ്ഞ കളറായി വരും. നിങ്ങൾ ഏത് കളറാണ് പറയാമെന്ന് എനിക്കറിയില്ല. ചിലർ ഇത് പച്ചയാണോ ചേച്ചി അല്ലെങ്കിൽ ഇത് മഞ്ഞയാണോ ചേച്ചി എന്നൊരു കമൻറ്റൊക്കെ വരുമായിരിക്കും. ഇത് മഞ്ഞ നിറം, നല്ല ഡാർക്ക് മഞ്ഞ നിറം ആകുന്നവരെ ഇളക്കി വെളിച്ചെണ്ണ മേലെ തെളിയണം കേട്ടോ. വെളിച്ചെണ്ണ മേലെ തെളിഞ്ഞ് നിൽക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി എടുക്കാം. എന്നിട്ട് ആറിയത്തിന് ശേഷം നന്നായിട്ട് ഡ്രൈ ആയ കുപ്പിയിലേക്ക് ഒഴിച്ചു വെക്കാം. എന്നിട്ട് കുറച്ചായി ഓരോ ദിവസം നമുക്ക് ഉപയോഗിക്കാം. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാനതിന് റിപ്ലൈ തരുന്നതായി. അയ്യോ സോറി, എന്നോട് വിട്ടുപോയതാണ്. ഇതിലേക്ക് നമുക്ക് എന്ത് ചേർക്കണം, കരിഞ്ചീരകം, ഒരു ടേബിൾ സ്പൂൺ കരിഞ്ചീരകം കൂടി ഇട്ടിട്ട് വേണം നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ. അത് മറന്നു പോകല്ലേ. അതാണ് നമ്മുടെ ഹെയറിന് കറുപ്പ് നൽകാനുള്ള ഏറ്റവും നല്ലൊരു എന്ന് പറയുന്നത്. എൻ്റെ ഈ അവതരണത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫോൾട്ട് തോന്നുകയാണെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. പരിമിതികൾ അറിഞ്ഞാലേ നമുക്ക് നല്ല രീതിക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റും. അപ്പം ഇതാണ് നമ്മുടെ ചെന്നൈ റെസിപ്പി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് 1 മാസമെങ്കിലും ട്രൈ ചെയ്യണം കേട്ടോ. അല്ലാതെ 2 ദിവസം കൊണ്ട് എനിക്ക് ഹെയർ ഫോൾ മാറിയില്ല അല്ലെങ്കിൽ എൻ്റെ ഡാൻഡ്രഫ് മാറിയില്ല എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യരുത്. ഇത് 1 മാസമെങ്കിലും കൃത്യമായിട്ട് യൂസ് ചെയ്ത് ഇതിന്റെ ഫീഡ്ബാക്ക് എനിക്ക് അറിയിക്കാം കേട്ടോ. അപ്പോൾ ബൈ.